പക്ഷാഘാത ചികിത്സാ മേഖലയിലെ വളരെ വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മലബാറിലെ ആദ്യ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സമ്പൂർണ്ണ കാത്ത് ലാബ് സൗകര്യം കിംസ് അൽഷിഫയിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി മുഹമ്മദ് ബഷീർ MP ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആതുര ശുശ്രൂഷ സേവന രംഗത്ത് 36 വർഷമായി പ്രവർത്തിക്കുന്ന കിംസ് അൽഷിഫ ആശുപത്രിയിൽ അത്യാധുനിക രീതിയിൽ പക്ഷാഘാത ചികിത്സയ്ക്കായി സജ്ജീകരിച്ച കാത്ത് ലാബ്, സ്ട്രോക്ക്, ICU എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. 4 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന പക്ഷാഘാത ചികിത്സാ വിഭാഗത്തിൽ ഇതിനോടകം നിരവധി രോഗികൾക്ക് പുതുജീവൻ നൽകാനായിട്ടുണ്ട്. സൗത്ത് മലബാറിലെയും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നുമായി 1000-ലധികം രോഗികളാണ് ഈ വിഭാഗത്തിലെ മികച്ച ചികിത്സ മൂലം സ്വജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. മലബാറിലെ ആദ്യ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സമ്പൂർണ്ണ കാത്ത് ലാബിന്റെ ഉദ്ഘാടനം ടി മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. പക്ഷാഘാത ചികിത്സാ മേഖലയിലെ വളരെ വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. സ്ട്രോക്ക് വരുന്ന സമയത്ത് അതിൽ ഇൻ്റർവെൻഷൻ വളരെ ക്വിക്കായി, സ്പീഡായി ചെയ്യാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന സംവിധാനമാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ണി സാഹിബ് ചൂണ്ടിക്കാണിച്ചതുപോലെ 36 വർഷം പ്രായമുള്ള ഈ സ്ഥാപനം ഓരോ ഘട്ടത്തിലും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. ചികിത്സാ രംഗത്തെ വളരെ പ്രധാനമായ ഒരു ഘടകമാണ് ടൈം ഫാക്ടർ. അസുഖം വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അറ്റൻഷൻ ഉണ്ടാവുകയും ഈ സാങ്കേതിക വിദ്യയെല്ലാം തന്നെ ടൈംലി ഇൻ്റർവെൻഷനിലൂടെ ചികിത്സിച്ച് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. ആദ്യമായി ഇത്രയും നല്ല ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞ ഇതിൻ്റെ നേതൃത്വത്തെ ആത്മാർത്ഥമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. QAA, BOH തുടങ്ങിയ ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ലഭിച്ച മലബാറിലെ ഏക ആശുപത്രി കൂടിയാണ് കിംസ് അൽഷിഫ. സ്ട്രോക്ക് സംഭവിച്ച രോഗിയെ 3 മുതൽ 4 മണിക്കൂറിനിടയിലെത്തിയാൽ ശരീരം തളരാതെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇവിടുത്തെ ചികിത്സയിലൂടെ സാധിക്കുന്നു. കുറഞ്ഞ റേഡിയേഷനുള്ള മസ്തിഷ്കത്തിന്റെയും ഹൃദയ രക്തക്കുഴലിനെയും വ്യക്തമായി കാണാൻ സാധിക്കുന്ന 360 ഡിഗ്രി കാഴ്ചയുള്ള ഏറ്റവും മികച്ച കാത്ത് ലാബ്, കൂടാതെ പക്ഷാഘാതം സംഭവിച്ചവർക്കുള്ള സമ്പൂർണ്ണ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം എന്നിവയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P. ഉണ്ണീൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ അബ്ദുൾ റസാഖ് KT, മുഹമ്മദ് ഫൈസൽ, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ EG മോഹൻകുമാർ, സ്പോർട്സ് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, സാമൂഹിക പ്രവർത്തകൻ കുറ്റീരി മാനുപ്പ, ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ജിതിൻ, ബിനോയ് ജോർജ്, ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത് ചെറിയാൻ, ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ദിവാകരൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നയൻതാര, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത്, ഡോക്ടർ വത്സബി ജോർജ്, ഡോക്ടർ ബുഷ്ര, ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ, CEO KC പ്രിയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.